അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുപാട് നമ്മുടെ കടയിൽ എൻക്വയറി ചെയ്യുന്ന ഒരു ഐറ്റമാണ് പേരെഴുതുന്ന താലിയും അതുപോലെ തന്നെ പേരെഴുതുന്ന മോതിരം. അപ്പൊ കാസ്റ്റിംഗ് ടൈപ്പിൽ കുറച്ച് കളക്ഷൻസ് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താണ്. അപ്പൊ അത് നമ്മൾ റെഡി എന്തായാലും ചെയ്ത് വെക്കില്ല, അറിയാലോ. പേരെഴുതുന്ന താലിയും പേരെഴുതുന്ന മോതിരമൊക്കെ നമ്മൾ ഓർഡർ ചെയ്താണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കാസ്റ്റിംഗ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 10-12 ദിവസത്തെ ഒരു സാവകാശം വരും അതിന് നമുക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഫിനിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അതുപോലെ ഫിനിഷിംഗ് ഉള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇമേജിൽ ഫസ്റ്റ് ചെയ്തിട്ടുള്ള വെയിറ്റ് ആണ്, എത്ര വെയിറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ സൈസ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഡിസൈൻ്റെ പേരുമാണ് നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. കൂടുതലും നമുക്ക് വരുന്നത് മുസ്ലിം താലികളാണ് കൂടുതലും വരുന്നത്. നമ്മുടെ ഹിന്ദുക്കളുടെ താലി എന്ന് പറയുമ്പോൾ അത്രയും ഒരുപാട് ഇങ്ങനെയുള്ള പേരൊക്കെ ഇപ്പോൾ വളരെ അപൂർവമാണ്. എല്ലാവരും പുളിയത്താലി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും മുസ്ലിം താലികളാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. അതിൽ റോഡിയം മിക്സ് അല്ലാത്ത യെല്ലോ ഗോൾഡ് മാത്രം വരുന്ന അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ടതാണ് താലി. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള ഡിസൈനുകൾ സെലക്ട് ചെയ്യുക. കാരണം കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റോഡിയം മിക്സ് ഒക്കെ ഉള്ള ഐറ്റംസ് കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയറിംഗ് ഒക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. അതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, ഡബിൾ ഹുക്ക് വരുന്ന ടൈപ്പും സിംഗിളായിട്ടുള്ള ഹുക്കിൽ വരുന്ന ടൈപ്പും നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതുപോലുള്ള 2 സൈഡിൽ ഹുക്ക് വന്നിട്ട് നമ്മൾ ചെയിനിൽ പേരെഴുതുന്ന ടൈപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതും റോഡിയം മിക്സ് അല്ലാത്ത ടൈപ്പും ഉണ്ട്. പിന്നെ ഹിന്ദുക്കളുടെ താലികളിൽ കുറച്ച് പുളിയിലത്താലി, അതുപോലെ തന്നെ ഓംതാലി, ശംഖുതാലി, മാങ്ങാത്താലി, അങ്ങനെ കുറച്ച് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ ഇതിനകത്ത് ഈ കാസ്റ്റിങ്ങിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കൊച്ചുകുട്ടികൾക്ക് കയ്യിൽ ഇടാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ്, അതായത് അവരുടെ പേര് എഴുതിയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ. പിന്നെ നെയിം റിങ്ങുകളാണ് വരുന്നത്. നെയിം റിങ്ങിലും ഇതുപോലെ തന്നെയാണ് ഫസ്റ്റ് വെയിറ്റ്, പിന്നെ അതിൻ്റെ ഡിസൈനിൻ്റെ പേരാണ് എഴുതിയിട്ടുള്ളത്. എത്ര വെയിറ്റ് മുതൽ എത്ര വെയിറ്റ് വരെ സ്റ്റാർട്ട് ചെയ്യാം അതാണ് ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം 3.5 ഗ്രാം തൊട്ട് 2 ഗ്രാം തൊട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പേരെഴുതിയ മോതിരങ്ങൾ. അപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ ആയിരിക്കുന്ന ചങ്കുകളുണ്ടെങ്കിൽ, കല്യാണമൊക്കെ ആയിട്ടുള്ള ചങ്കുകളുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ എൻക്വയറി ചെയ്യാൻ പറയാം, പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ പറയണേ. ഇപ്പോൾ കാണിച്ച കളക്ഷൻസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. മറക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഏകദേശം ഒരു 12 ദിവസത്തെ ഗ്യാപ്പാണ് നമ്മൾ ഇതിന് വരുന്നത്. തലേദിവസം വന്ന് നാളത്തേക്ക് മോതിരം വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന മോഡലുകളൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എങ്കിൽ പോലും നമുക്ക് പേരെഴുതുന്ന മോതിരം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടെ ഫിനിഷിങ്, അതായത് കാസ്റ്റിംഗ് ആയിട്ടെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫിനിഷിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസത്തെ ഡിലേ ഉണ്ട്. അപ്പോൾ അത് മറക്കാതെ എല്ലാവരും എന്താ പറയുക ആ സമയം, അതായത് ഈ ഗ്യാപ്പ് അനുസരിച്ചിട്ട് വേണം നമുക്ക് ഓർഡർ തരാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ മൊബൈലിൽ നെറ്റിൽ നോക്കിയിട്ട് ഫോട്ടോസ് കൊണ്ട് കാണിക്കും. പക്ഷേ എപ്പോഴും മോതിരം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ചെയ്തു വരുമ്പോഴും ഏകദേശം അതുപോലെ തന്നെ ഇരിക്കും. നെറ്റിൽ കാണുന്നതൊക്കെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള മോതിരൊക്കെ ആണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് ചെറിയ വെട്ടങ്ങളൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഡൾ ഫിനിഷ് ആയിട്ട് ഫീൽ ചെയ്യും. അത് വെച്ചായിരിക്കും നിങ്ങളത് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല വരിക, ഫുൾ പ്ലെയിൻ ആയിരിക്കും വരിക. അപ്പോൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇരിക്കുന്ന എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാവൂ. മൊബൈലിലെ ഫോട്ടോസൊക്കെ വെച്ച് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ റിങ് ഒന്നും വരില്ല. അതുപോലെ തന്നെ അളവുകൾ 2 അളവുകളുണ്ട്. ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് അളവുണ്ട്, അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ അളവുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിനോ അല്ലെങ്കിൽ എന്താ പറയുക എൻഗേജ്മെൻറ്റിനോ ഇപ്പോൾ ഒരു 2 days 3 days മുമ്പൊക്കെയാണ് ചെറുക്കൻ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് അളവെടുത്തിട്ട് അത് വിളിച്ച് പറഞ്ഞാലും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അളവെടുക്കുന്ന അത് പ്ലാസ്റ്റിക് ആണോ, അതുപോലെ തന്നെ ഈ ഫൈബർ പ്ലാസ്റ്റിക് ആണോ, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു റിംഗ് സൈസ് ഉണ്ട്. 2 അളവാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയാൻ കാരണം.
അപ്പോൾ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് ഓർഡർ ചെയ്യുക, അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിവാഹ ആവശ്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും പാക്കേജിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ താലി മോതിരം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിയാനാണെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതിന് അപ്പോൾ മാക്സിമം നമ്മളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കട വരുന്നത് പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നുള്ള പേരിൽ നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, കൊട്ടാരക്കര, അതുപോലെ തന്നെ കരുനാപ്പള്ളിയിലാണ് വരുന്നത്. ഞാൻ കരുനാപ്പള്ളി ഷോപ്പിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിൽ പയ്യന്നൂർ ഒരു ഷോപ്പാണുള്ളത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു കളക്ഷനായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് എത്തിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.